പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോഴറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ ഈ കവിത? പണ്ട് പഠിച്ചിരുന്ന പാഠപുസ്തകങ്ങളെല്ലാം ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിൽ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പുസ്തകങ്ങളെല്ലാം തിരിച്ചു കിട്ടണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ, അതിനായിട്ട് നമുക്കൊരു അവസരമുണ്ട്. NCERTയുടെ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. അവിടെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും പാസ്വേഡും യൂസർ ID ഒക്കെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ, മലയാളമെന്നോ ഇംഗ്ലീഷെന്നോ ബയോളജി എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. നിങ്ങൾ ഏത് വർഷമാണോ പഠിച്ചത് അതിനനുസരിച്ച് വർഷം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. 1962 മുതലുള്ള പല പുസ്തകങ്ങളും ഇതിൽ നമുക്ക് ലഭ്യമാണ് എന്നതാണ് അതിൻ്റെ ഒരു അതിശയകരമായ കാര്യം. പിന്നെ ഈ പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല. എല്ലാ പുസ്തകങ്ങളും കോപ്പിറൈറ്റ് അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ സ്വന്തമായിട്ട് വായിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഈ ബുക്കുകൾ വേണമെങ്കിൽ DC ബുക്സിൽ അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര നോസ്റ്റാൾജിക് ഫീല് തരുന്നതായിരുന്നു മലയാളം പാഠപുസ്തകങ്ങൾ. അതുകൊണ്ട് ഇതൊക്കെ എവിടെ നിന്നെങ്കിലും കിട്ടണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ആശയമായിരുന്നു. പലപ്പോഴായിട്ട് എത്രയോ വർഷങ്ങൾ ഞാൻ എത്രയൊക്കെയോ വെബ്സൈറ്റുകൾ തപ്പിയിട്ടുണ്ട് പാഠപുസ്തകങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി. ഏതായാലും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് ഈ അവസരത്തിൽ നന്ദി പറയാണ്. കവിതകളുടെ ആരംഭം, വായനയുടെ ആരംഭം എല്ലാം ഈ പാഠപുസ്തകമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ബാല്യകാല സ്മരണ എന്ന ബുക്ക് വായിക്കുന്നതിന് എൻ്റെ പിന്നിലുണ്ടായ ഏക ഗൂഢ ഉദ്ദേശം മാധവിക്കുട്ടിയും ചേട്ടനോട് ഉണ്ടാക്കിയ പുന്നക്കാസെൻറ്റിൻ്റെ ബാക്കി അറിയാനായിട്ടാണ്. അങ്ങനെ പല പുസ്തകങ്ങൾ, കവിതകളൊക്കെ ഞാൻ ഇപ്പോഴും ഓർത്ത് പഠിച്ചു വെച്ചിരിക്കുന്നത് എന്തെന്നില്ലാത്ത ഒരു അടുപ്പം അന്നത്തെ പുസ്തകങ്ങളുമായിട്ട് എനിക്കുണ്ടായിരുന്നു എന്നതാണ്. ഇതിൽ കാണിച്ച പല പിക്ചറുകളും ഞാൻ AI ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്തതാണ്.